നമസ്കാരം. ഏതായാലും CPM-നകത്ത് പിണറായി വിജയനെതിരെ എതിർ ശബ്ദം ഉയരുന്നില്ല എന്നുണ്ടെങ്കിലും CPM-നെതിരെ ഘടകകക്ഷിയിൽ ഇടതുമുന്നണിയിൽ CPI അവരുടെ ജില്ലാ സമ്മേളനങ്ങൾ ഒക്കെ തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, CPM-നെതിരെ പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇങ്ങനെ ഉയരുന്ന വിമർശനങ്ങളൊക്കെ തന്നെ വെറുതെ മാധ്യമ സൃഷ്ടികളാണ് എന്നാണ് CPM-ന്റെ വക്താക്കൾ പറയുന്നത്. വെറുതെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ മാത്രമാണ് ഇതൊക്കെ. മുന്നണി രാഷ്ട്രീയത്തിൽ CPI ഒരിക്കലും തങ്ങൾക്കെതിരെ അങ്ങനെയൊന്നും പറയില്ല എന്നാണ് CPM-ന്റെ വക്താക്കൾ പറയുന്നത്. എന്നാൽ ആ പറയുന്നതൊക്കെയും തെറ്റാണ്. CPM വക്താക്കൾ പറയുന്നതൊന്നുമല്ല. CPI എന്ന് പറയുന്ന പാർട്ടി അവരുടെ ജില്ലാ സമ്മേളനം, തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ, അതായത് അവരുടെ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഇങ്ങനെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ മറ്റ് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ്. ജില്ലാ സമ്മേളനങ്ങൾ നടന്നു വരുന്നു. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ജില്ലാ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ CPM-നെതിരെ കടുത്ത വിമർശനം ഉണ്ടായത്. അത് ഒരു ജില്ല, CPI വിമർശനം ഉയർത്തിയ ഒരു ജില്ല, CPM-നെതിരെ CPI വിമർശനം ഉയർത്തിയ ഒരു ജില്ല, അതായത് തിരുവനന്തപുരം ജില്ലയിൽ CPI ഉയർത്തിയിരിക്കുന്ന ഏറ്റവും വലിയൊരു വിമർശനം എന്നത് മുഖ്യമന്ത്രിയെ മന്ത്രിമാർക്ക് കിട്ടുന്നില്ല, അക്സെപ്റ്റബിൾ അല്ല. അതായത് അവരോട് സംസാരിക്കാൻ അവരെ കിട്ടുന്നില്ല, മുഖ്യമന്ത്രിയെ കിട്ടുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ പറയാൻ കഴിയുന്നില്ല, അവരുടെ പല വകുപ്പുകളിലും അവർക്ക് വേണ്ട സാമ്പത്തികം, അതായത് വകുപ്പ് തലത്തിൽ മാറ്റിവെക്കേണ്ട ബഡ്ജറ്റ് പോലും പല വകുപ്പുകൾക്കും ലഭിക്കുന്നില്ല, ധനവിനിയോഗം പോലും ശരിക്കും നടക്കുന്നില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ വകുപ്പ് മന്ത്രിമാരോട് യാതൊരു വിധത്തിലുള്ള അടുപ്പവും കാണിക്കുന്നില്ല. CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭരണം എന്നത് ഒരു ഏകാധിപതിയെ പോലെയാണ്. നിറയെ ഏകാധിപത്യം മാത്രമാണ് ഇടതുമുന്നണിയിൽ നടക്കുന്നത് എന്ന കടുത്ത വിമർശനമാണ് CPI ഉയർത്തിയിരിക്കുന്നത്. കൂടാതെ CPI മറ്റു പല വിമർശനങ്ങളും പറയുന്നുണ്ട്. ഈ പറയുന്ന അവരുടെ പാർട്ടിക്കകത്ത് തന്നെ അവരുടെ സംസ്ഥാന സെക്രട്ടറി വെളിച്ചപ്പാടിനെ പോലെയാണ്. രാവിലെ ഒന്ന് പറയുന്നു, വൈകുന്നേരം മറ്റൊന്ന് പറയുന്നു. എന്തിന് ഇങ്ങനെ പിണറായി വിജയനെ പേടിക്കണം എന്ന ചോദ്യവും സംസ്ഥാന സെക്രട്ടറിയോട് ജില്ലാ ഘടകം ചോദിക്കുന്നു. എന്നാൽ അവരുടെ തന്നെ മന്ത്രിയായ ചിഞ്ചുറാണിയോ അല്ലെങ്കിൽ മറ്റു വകുപ്പിലെ ബലഹീനതകളോ ഒന്നും അവർ എടുത്തു പറയുന്നില്ല. എന്നാലും ഭക്ഷ്യമന്ത്രി GR അനിലിനെതിരെ കടുത്ത വിമർശനം CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട്. കോട്ടയത്ത് CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന മറ്റൊരു വാദം എന്നത് കോട്ടയം ജില്ലയിൽ മാണി കോൺഗ്രസിനെ കൂടെ നിർത്തിയതിൽ LDF-ന് ഒന്നും സംഭവിച്ചിട്ടില്ല. കുറെ നേതാക്കന്മാര് LDF-ലേക്ക് വന്നു എന്നുള്ളതല്ലാതെ അണികളെ കൊണ്ട് യാതൊരു പ്രയോജനവും LDF-ന് ഉണ്ടായിട്ടില്ല. വൈക്കത്ത് ജയിച്ചതുപോലും CPIയുടെ കഴിവ് കൊണ്ടാണ് എന്നൊക്കെയുള്ള വിമർശനമാണ്. CPM-നൊപ്പം CPI നിൽക്കുന്നത് പോലെ ഒരു ശക്തി കേന്ദ്രമൊന്നും അല്ല കോട്ടയത്തെന്നല്ല ഒരു ജില്ലയിലും കേരള കോൺഗ്രസ് എമ്മും എന്നവർ പറയാതെ പറയുന്നു. ഇതിൻ്റെ ഒരു ചുരുക്കെഴുത്തുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, AKG സെന്ററിൽ LDF യോഗത്തിൽ പോയി ബിനോയ് വിശ്വത്തിന് പിണറായി വിജയനോട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ അവർ ഇക്കഴിഞ്ഞ ദിവസം CPIയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ അവർ പറഞ്ഞിരിക്കുന്നു. അവർക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ ഭരണം, ഇടതുമുന്നണി എന്ന് പറയുന്ന ഭരണം ഇപ്പോൾ ഒരു ഏകാധിപത്യത്തിൻ്റെ വക്കിലേക്ക് പോവുകയാണ്. ഒരു ഏകാധിപതിയെ പോലെയാണ് പിണറായി വിജയൻ പെരുമാറുന്നത്. പിണറായി വിജയൻ ഒരു ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ഈ ഭരണം ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണോ എന്ന സംശയമുണ്ട്. എന്തിനിങ്ങനെ ഇടതുമുന്നണിയിൽ നിൽക്കണം, ഈ മുന്നണി വിട്ടു പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് CPI പറയുമ്പോൾ, CPM എന്ന് പറയുന്ന പാർട്ടിയിൽ
CPM എന്ന് പറയുന്ന പാർട്ടി നിയോഗിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയാതിരിക്കുന്ന സ്വന്തം പാർട്ടിയിലെ പാർട്ടിക്കാരായ CPMകാര് കേൾക്കൊണ്ടാണ് അവരുടെ ഘടകകക്ഷിയിലെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPI പിണറായി വിജയനെതിരെ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. ഈ വിമർശനം CPM എത്ര കണ്ട് മുഖവിലക്കെടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.